ശ്രദ്ധിക്കുക, പെട്ടെന്ന് കുറേ പണം കൈവരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ഭയപ്പെടുന്നവരോ അതല്ലെങ്കിൽ സമ്പന്നരാകുക എന്നത് ഭാഗ്യം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നവരോ ആണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്നത് നിർത്തുന്നതാണ് നല്ലത്. കാരണം അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മന്ദഗതിയിലുള്ളതും ക്ഷീണിച്ചതുമായ ജീവിതത്തിൽ പണത്തിന്റെ ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെ കൊണ്ടുവന്നേക്കാം. അതിന് നിങ്ങൾ ചിലപ്പോൾ തയ്യാറായിരിക്കില്ല. സങ്കൽപ്പിച്ചു നോക്കൂ, നാളെ രാവിലെ ഉറക്കമുണരുമ്പോൾ വർഷങ്ങളായി നിങ്ങൾ കാത്തിരുന്ന ആ ബാങ്ക് മെസ്സേജ് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ, യാതൊരു അധിക അധ്വാനവുമില്ലാതെ, വിയർപ്പൊഴുക്കാതെ, നിങ്ങളുടെ ജോലി പോലും മാറ്റാതെ. ജീഹാം, ഇതൊരു തമാശയല്ല. ലോകത്തിലെ ഏറ്റവും അലസരായ എന്നാൽ ഏറ്റവും സമ്പന്നരായ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു രഹസ്യമാണിത്. ഇതിനെ അവർ സൈലന്റ് വെൽത്ത് ഫ്രീക്വൻസി എന്നാണ് വിളിക്കുന്നത്. ഇന്ന് ആ രഹസ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നത്. അതിനാൽ ശാന്തമായ ഒരു മൂലയിൽ ഹെഡ്ഫോൺ വെച്ചിരിക്കുക, കാരണം ഈ വിവരങ്ങൾ ഇന്റർനെറ്റിൽ എളുപ്പത്തിൽ ലഭിക്കില്ല. നിങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കാൻ പോകുന്ന ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കുന്നതിനു മുൻപ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ താഴെ കമന്റിൽ ഇപ്പോൾ തന്നെ ഐ അക്സെപ്റ്റ് മണി എന്നെഴുതുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വിഹിതമായ സമ്പത്ത് സ്വീകരിക്കാൻ നിങ്ങൾ പൂർണ്ണമായും തയ്യാറാണെന്ന സന്ദേശം പ്രപഞ്ചത്തിന് നൽകാൻ നിങ്ങൾക്ക് കഴിയൂ. സുഹൃത്തുക്കളെ, പണം സമ്പാദിക്കാൻ രാപ്പകൽ ഭേദമില്ലാതെ കഷ്ടപ്പെടണമെന്നും സ്വന്തം ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെക്കണമെന്നുമാണ് കുട്ടിക്കാലം മുതൽ നാം കേട്ടുവളരുന്നത്. എന്നാൽ ഒരു നിമിഷം നിൽക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതായിരുന്നു സത്യമെങ്കിൽ ഇന്ന് തെരുവുകളിൽ വലിയ ഭാരം ചുമക്കുന്ന തൊഴിലാളിയായിരിക്കില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ? അതുപോലെ ഓരോ സമ്പന്നനും ദിവസം മുഴുവൻ കല്ല് പൊട്ടിക്കുകയായിരിക്കില്ലേ? എന്നാൽ അങ്ങനെയല്ലല്ലോ, അല്ലേ? സത്യമെന്തെന്നാൽ സമൂഹം നിങ്ങളെ ഒരു വലിയ നുണയിൽ കുടുക്കിയിരിക്കുകയാണ്. കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് ജീവിതമെന്ന് അവർ നിങ്ങളെ വിശ്വസിപ്പിച്ചിരിക്കുന്നു. എന്നാൽ യഥാർത്ഥ വസ്തുത ഇതാണ്: പണം കേവലം കഠിനാധ്വാനം കൊണ്ട് മാത്രമല്ല വരുന്നത്, മറിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള വൈബ്രേഷൻ അല്ലെങ്കിൽ ഊർജ്ജം കൊണ്ടും അത് ആകർഷിക്കപ്പെടുന്നു. നിങ്ങളിപ്പോൾ എവിടെയായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും നിങ്ങളുടെ പോക്കറ്റ് പൂർണ്ണമായും കാലിയാണെങ്കിൽ പോലും ഈ നിമിഷവും നിങ്ങളുടെ ചുറ്റും വായുവിൽ കണക്കില്ലാത്തത്ര സമ്പത്ത് പാറി നടക്കുന്നുണ്ട്. നിങ്ങളുടെ മുറിയിൽ ഈ നിമിഷം നൂറുകണക്കിന് റേഡിയോ സ്റ്റേഷൻ തരംഗങ്ങളും വൈഫൈ സിഗ്നലുകളും ഉള്ളതുപോലെ തന്നെയാണിത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, കൈകാലുകൾ അനക്കാതെ നിങ്ങളുടെ ചിന്താരീതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നതുപോലെ പണത്തെ എങ്ങനെ നിങ്ങളിലേക്ക് ആകർഷിക്കാമെന്ന്. ആളുകൾ ഇതിനെ ഭാഗ്യമെന്ന് വിളിക്കുന്നു, ആളുകൾ ഇതിനെ അത്ഭുതമെന്ന് വിളിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു ഗണിതമാണ്, ഇതൊരു ശാസ്ത്രമാണ്. സ്കൂളുകളിൽ ഒരിക്കലും പഠിപ്പിക്കാത്തതും സമ്പന്നരായ ആളുകൾ തങ്ങളുടെ കുട്ടികളെ എപ്പോഴും സമ്പന്നരായി നിലനിർത്താൻ പഠിപ്പിക്കുന്നതുമായ ഒരു ശാസ്ത്രം. അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ലളിതവും എന്നാൽ വളരെ ശക്തവുമായ ഒരു മാനസിക സാങ്കേതികവിദ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നു. രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉപബോധമനസ്സ് നിങ്ങൾ സുഖമായി ഉറങ്ങുമ്പോൾ പോലും രാത്രി മുഴുവൻ നിങ്ങൾക്കായി പണം സമ്പാദിക്കാനുള്ള വഴികൾ കണ്ടെത്തും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിചിത്രമായി തോന്നിയേക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ ഈ ടെക്നിക് വളരെ പവർഫുള്ളാണ്. പുരാതന കാലത്ത് രാജാക്കന്മാർ അവരുടെ സമ്പത്തും അധികാരവും വർദ്ധിപ്പിക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു. നിങ്ങൾക്ക് വലിയ കല്ലുകളൊന്നും ചുമക്കേണ്ടതില്ല, പുതിയ ജോലിയൊന്നും അന്വേഷിക്കേണ്ടതില്ല. നിങ്ങളുടെ വികാരങ്ങൾക്ക് കൃത്യമായ ഒരു ദിശ നൽകുക മാത്രമേ വേണ്ടതുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളെക്കാൾ കുറച്ചുമാത്രം അധ്വാനിക്കുന്ന, നിങ്ങളെക്കാൾ ബുദ്ധി കുറഞ്ഞ, ഒരുപക്ഷെ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാൾ. എന്നിട്ടും അയാൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ പണമുണ്ട്. അയാൾക്ക് മികച്ച ഒരു കാറുണ്ട്, മികച്ച വീടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഈ വെൽത്ത് കോഡ് അയാൾ ഉപയോഗിക്കുന്നുണ്ട്. വീഡിയോയുടെ അവസാനം വരെ കാണുക. ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ട ആ കൃത്യമായ രീതിയും ആ വാക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു മാന്ത്രിക മന്ത്രമൊന്നുമല്ല, ഇത് നിങ്ങളുടെ തലച്ചോറിലെ ന്യൂറോണുകളെ വീണ്ടും പ്രോഗ്രാം ചെയ്യാനുള്ള ശാസ്ത്രീയമായ ഒരു രീതിയാണ്. നിങ്ങൾ ഈ വീഡിയോ പകുതിക്ക് വെച്ച് നിർത്തുകയാണെങ്കിൽ ബില്ലുകൾ അടയ്ക്കാനുള്ള ടെൻഷനും കഷ്ടപ്പാടുകളും മാത്രമുള്ള ആ പഴയ വിരസമായ ജീവിതത്തിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചുപോകും. എന്നാൽ അടുത്ത കുറച്ച് മിനിറ്റുകൾ കൂടി നിങ്ങൾ എന്നോടൊപ്പം നിന്നാൽ അടഞ്ഞ വാതിലുകളെ എന്നേക്കുമായി തുറക്കാൻ കഴിയുന്ന ആ താക്കോൽ നിങ്ങളുടെ കൈകളിലെത്തും. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ സൃഷ്ടിച്ച ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മളെല്ലാവരും പണത്തെ ഒന്നുകിൽ ഒരു ശത്രുവായി കാണുന്നു, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വളരെ അകലേക്ക് ഓടിപ്പോകുന്ന ഒന്നായി കരുതുന്നു. നമ്മൾ പണത്തിന് പിന്നാലെ ഓടുന്നു. നമ്മൾ ചിന്തിക്കുന്നത്, എന്റെ കയ്യിൽ പണം വരുമ്പോൾ ഞാൻ സന്തോഷവാനാകും എന്നാണ്. എനിക്ക് ആ ജോലി ലഭിക്കുമ്പോൾ ഞാൻ സമ്പന്നനാണെന്ന് എനിക്ക് തോന്നും. എന്നാൽ ഇവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിന് ലളിതമായ ഒരു നിയമമുണ്ട്. നിങ്ങൾ എന്തിന്റെയെങ്കിലും പിന്നാലെ ഓടിയാൽ അത് നിങ്ങളിൽ നിന്ന് അകന്നുപോകും. നിങ്ങൾ ഒരു നായയുടെ പിന്നാലെ ഓടിയാൽ അത് പേടിച്ച് ഓടിപ്പോകുന്നതുപോലെ തന്നെയാണിത്. എന്നാൽ നിങ്ങൾ ശാന്തമായിരുന്ന് അതിനോട് സ്നേഹം കാണിച്ചാൽ അത് സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരും. പണവും ഒരു ഊർജ്ജം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങളോ ദാരിദ്ര്യമോ അതിനെ ബാധിക്കുന്നില്ല. നിങ്ങളുടെ ഫ്രീക്വൻസിയാണ് അതിനെ സ്വാധീനിക്കുന്നത്. നിങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഇല്ലായ്മ തോന്നുന്നുണ്ടെങ്കിൽ, എന്റെ കയ്യിൽ പണമില്ല, ചിലവെങ്ങനെ നടക്കും,
ഞാൻ ദരിദ്രനാണ് എന്ന് ദിവസം മുഴുവൻ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇല്ലായ്മകൾ അനുഭവിക്കണം എന്ന സന്ദേശമാണ് നിങ്ങൾ അറിയാതെ തന്നെ നൽകുന്നത്. ജീവിതം അതേ അനുഭവങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. നിങ്ങളുടെ ഇന്നത്തെ സത്യമെന്നത് ഇന്നലെകളിൽ നിങ്ങൾ നിരന്തരം ചിന്തിച്ച കാര്യങ്ങളുടെ ഫലം മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ പ്രശ്നമെന്തെന്നാൽ നമ്മുടെ തലച്ചോറ് നെഗറ്റീവായി ചിന്തിക്കാൻ ശീലിച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ തലച്ചോറിനോട് യുദ്ധം ചെയ്യാതെ പതുക്കെ അതിനൊരു പുതിയ ദിശ നൽകാൻ കഴിയുന്ന ഒരു രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. ഇനി ആ ഗെയിം ചേഞ്ചിങ് സാങ്കേതികവിദ്യ കേൾക്കുക. ആളുകൾ ഇതിനെ വിഷ്വലൈസേഷൻ എന്ന് വിളിക്കുന്നു. എന്നാൽ ഞാനിതിനെ ഭാവിയുടെ ഓർമ്മകൾ സൃഷ്ടിക്കൽ എന്നാണ് വിളിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ കിടക്കയിൽ കിടക്കുമ്പോൾ ഉറക്കം വരാറായെന്നും ശരീരം തളരുന്നെന്നും തോന്നുമ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ വ്യക്തമായൊരു ചിത്രം സങ്കൽപ്പിക്കുക. നിങ്ങൾ സുഖപ്രദമായ ഒരു കസേരയിൽ ഇരിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്. പെട്ടെന്നൊരു നോട്ടിഫിക്കേഷന്റെ ചെറിയ ശബ്ദം കേൾക്കുന്നു. നിങ്ങൾ ഫോൺ എടുത്തു നോക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വലിയൊരു തുക ക്രെഡിറ്റ് ആയതായി കാണുന്നു. നിങ്ങൾക്കിപ്പോൾ യഥാർത്ഥത്തിൽ എത്രയാണോ ആവശ്യമുള്ളത് ആ തുക സങ്കൽപ്പിക്കുക. ഒരു മാറ്റവും ഉണ്ടാക്കാത്തത്ര ചെറിയ തുകയാകരുത്. അതുപോലെ നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ഇതൊരു നുണയാണെന്ന് പറയുന്നത്ര വലിയ തുകയുമാകരുത്. നിങ്ങൾക്ക് 1 ലക്ഷം രൂപയാണ് വേണ്ടതെങ്കിൽ ആ മെസ്സേജ് വ്യക്തമായി സങ്കൽപ്പിച്ച് കാണുക. എന്നാൽ കാണുക എന്നത് മാത്രമല്ല, ആ നിമിഷത്തിലെ വികാരത്തെ ഉൾക്കൊള്ളുക. നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുമോ? നിങ്ങളുടെ നെഞ്ചിലെ ഭാരം കുറഞ്ഞതായി തോന്നുമോ? നിങ്ങൾക്ക് ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം എടുക്കാൻ കഴിയുമോ? ആ ആശ്വാസം അനുഭവിക്കുക. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വാക്കുകളും ചിത്രങ്ങളും ഒരു മാധ്യമം മാത്രമാണ്. അതെ, ഇത് സംഭവിച്ചു കഴിഞ്ഞു, ഇപ്പോൾ എല്ലാം ശരിയായി എന്ന ആ തോന്നലിലാണ് യഥാർത്ഥ ശക്തിയിരിക്കുന്നത്. ഈ രംഗം മുഴുവൻ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും പ്ലേ ചെയ്യുക. ഫോൺ എടുക്കുന്നു, മെസ്സേജ് നോക്കുന്നു, സന്തോഷം അനുഭവിക്കുന്നു, വീണ്ടും ആവർത്തിക്കുന്നു. ഉറക്കത്തിലേക്ക് വീഴുന്നതുവരെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നതാണ് ഇനിയുള്ള ചോദ്യം. ഈ അനുഭവത്തോടെ നിങ്ങൾ ഉറങ്ങുമ്പോൾ സങ്കല്പത്തിനും യാഥാർത്ഥ്യത്തിനുമിടയിൽ വ്യക്തമായ ഒരു അതിർവരമ്പ് വരയ്ക്കാൻ നിങ്ങളുടെ ഉപബോധ മനസ്സിന് കഴിയില്ല. ഇത് സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണെന്ന് അത് കരുതുന്നു. അതേ വികാരത്തോടെ രാത്രി ചെലവഴിക്കുമ്പോൾ അത് നിങ്ങളുടെ പെരുമാറ്റത്തെയും തീരുമാനങ്ങളെയും നിങ്ങളുടെ ശ്രദ്ധയെയും മാറ്റാൻ തുടങ്ങുന്നു. ചിലപ്പോൾ അടുത്ത ദിവസം തികച്ചും പുതിയൊരാശയം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. പഴയ ഏതെങ്കിലും സമ്പർക്കം നിങ്ങളെ തേടി വന്നേക്കാം. മുടങ്ങിക്കിടന്ന ഏതെങ്കിലും ജോലി മുന്നോട്ടു പോയേക്കാം. എങ്ങനെ വഴികൾ തുറക്കപ്പെടും എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമാക്കുകയും ആ ഫലത്തിന്റെ വികാരം സത്യമാണെന്ന് വിശ്വസിച്ച് അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ജോലി. അത് എങ്ങനെ ലഭിക്കും എന്നത് ജീവിതത്തിന് വിട്ടുകൊടുക്കുക. എപ്പോഴും വഴികളെക്കുറിച്ചും കണക്കുകൂട്ടലുകളെക്കുറിച്ചും ആലോചിച്ചു കുഴയുന്നവർ വേഗത്തിൽ ക്ഷീണിച്ചു പോകുന്നു. എന്നാൽ ഫലത്തിന്റെ വികാരത്തിൽ ജീവിക്കാൻ പഠിക്കുന്നവർക്ക് ഈ രീതി വളരെ ലളിതമായി മാറുന്നു. നിങ്ങൾ ആ അവസാന ഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. അതേ ആശ്വാസത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ തനിയെ ദിശ കണ്ടെത്താൻ തുടങ്ങും. എന്നാൽ നിൽക്കൂ, ഇവിടെ വളരെ വലിയ ഒരു തടസ്സമുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഈ ടെക്നിക് ഫലപ്രദമാകില്ല. രാത്രിയിൽ നിങ്ങളുടെ മനസ്സിൽ സമ്പത്തിന്റെ വിത്ത് പാകിയ ശേഷം പകൽ സമയത്ത് വീണ്ടും നിങ്ങളുടെ ദാരിദ്ര്യത്തെ നോക്കി അയ്യോ ഇതുവരെയൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ സംശയിക്കുമ്പോൾ ആ പ്രക്രിയയെ നിങ്ങൾ തന്നെ തടയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരുതരം ഭ്രാന്തമായ വിശ്വാസം വേണം. രാത്രി ഞാൻ കണ്ടത് സത്യമാണ്, അതെന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസം. ഇപ്പോൾ എന്റെ പോക്കറ്റ് കാലിയാണെങ്കിൽ പോലും. ഇതിനെയാണ് ലിവിംഗ് ഇൻ ദി എൻഡ് എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടതായി കരുതി ജീവിക്കുക. നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ചിലവുകൾ പോയി ചെയ്യണം എന്നല്ല ഇതിനർത്ഥം. മാനസികമായി സമ്പന്നനാണെന്ന് തോന്നുക എന്നാണ് ഇതിനർത്ഥം. നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു കോടീശ്വരനെ പോലെ നടക്കുക. നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വിലയേറിയ പാനീയം കുടിക്കുന്നതുപോലെ കുടിക്കുക. ഈ അഭിനയം നിങ്ങളുടെ വൈബ്രേഷനെ മാറ്റുന്നു. ഓർക്കുക, പണവുമായി കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുന്നവരുടെ അടുത്തേക്ക്, താനിതിന് അർഹനാണെന്ന് വിശ്വസിക്കുന്നവരുടെ അടുത്തേക്ക് മാത്രമേ പണം വരികയുള്ളൂ. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന പണത്തെക്കുറിച്ചുള്ള മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. പണമില്ലാത്ത മിക്ക ആളുകളും തങ്ങളുടെ കയ്യിലുള്ള കുറച്ച് പണത്തെപ്പോലും ശപിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത്രയുള്ളല്ലോ, ഇതുകൊണ്ട് എന്തു ചെയ്യാനാണ്? വലുതായാലും ചെറുതായാലും പണത്തെ നിങ്ങൾ അപമാനിക്കുമ്പോൾ പണം നിങ്ങളിൽ നിന്ന് അകന്നുപോകുകയാണ് ചെയ്യുന്നത്. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏറ്റവും ചെറിയ സൗകര്യങ്ങൾക്കും നന്ദി പറയാൻ തുടങ്ങുക. അലസരായ ആളുകൾക്ക് ഇതൊരു അനുഗ്രഹമാണ്. കാരണം നന്ദി പറയാൻ യാതൊരു അധ്വാനവും ആവശ്യമില്ല. അതൊരു വികാരം മാത്രമാണ്. എന്നാൽ ഈ വികാരം നിങ്ങളുടെ ചുറ്റും ഒരു കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുന്നു. അത് നന്ദി പറയാനുള്ള കൂടുതൽ കാരണങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ചെറിയ ചെറിയ സർപ്രൈസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ വരാൻ തുടങ്ങുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ലഭിച്ചേക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം വാങ്ങിത്തന്നേക്കാം. നിങ്ങളുടെ ഫ്രീക്വൻസി മാറുന്നു എന്നതിന്റെ പ്രപഞ്ചം നൽകുന്ന സൂചനകളാണ് ഇതെല്ലാം. പണം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചോദ്യമുണ്ടെന്ന് എനിക്കറിയാം. ഇത് ശരിക്കും എനിക്ക് ഫലിക്കുമോ? എനിക്കൊരിക്കലും ലോട്ടറി അടിച്ചിട്ടില്ല. എന്റെ ഭാഗ്യം വളരെ മോശമാണ്. ഇങ്ങനെ ചിന്തിക്കുന്നത് നിർത്തുക. ഈ നിയമം ഗുരുത്വാകർഷണം പോലെയാണ്.
നിങ്ങൾ നല്ലവനാണോ ചീത്തയാണോ അലസനാണോ കഠിനാധ്വാനിയാണോ എന്ന് ഗ്രാവിറ്റി നോക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ആകർഷണ നിയമവും. നിങ്ങൾ ആരാണെന്ന് അത് നോക്കുന്നില്ല. നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന് മാത്രമാണ് അത് നോക്കുന്നത്. നിങ്ങൾക്ക് സമ്പന്നത അനുഭവിക്കാൻ കഴിഞ്ഞാൽ സമ്പന്നത വന്നേ തീരൂ. അതിന് മറ്റൊരു വഴിയില്ല. അതിനാൽ ഇന്ന് രാത്രി ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പുതിയ ലോകം സൃഷ്ടിക്കും. ആ 30 സെക്കൻഡിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ കഥയും നിങ്ങൾക്ക് മാറ്റിയെഴുതാം. ഓർക്കുക, നിങ്ങൾ ഈ യുദ്ധം പുറംലോകത്ത് പോരാടിയല്ല ജയിക്കേണ്ടത്. നിങ്ങളുടെ കിടക്കയിലിരുന്ന് നിങ്ങളുടെ മനസ്സിനുള്ളിലാണ് ഈ യുദ്ധം നിങ്ങൾ ജയിക്കേണ്ടത്. നിങ്ങൾ ഉള്ളിൽ ജയിക്കുന്ന നിമിഷം പുറത്തുള്ള ലോകം താനേ മാറിക്കോളും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടി നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ പഴയ ചിന്തകൾ നിങ്ങളെ ഭയപ്പെടുത്തും. ഇതെല്ലാം അസംബന്ധമാണെന്നും ഒന്നും സംഭവിക്കില്ലെന്നും അവർ പറയും. ആ ശബ്ദങ്ങളെ ഒരു പുഞ്ചിരിയോടെ അവഗണിക്കുക. ഒരു വിവരവുമില്ലാത്ത കുട്ടിയുടെ വാക്കുകളെ നമ്മൾ അവഗണിക്കുന്നതുപോലെ. നിങ്ങൾ ഈ ടെക്നിക് അടുത്ത 21 ദിവസത്തേക്ക് തുടർച്ചയായി ചെയ്തു നോക്കൂ. എന്തുകൊണ്ട് 21 ദിവസം? കാരണം പുതിയ പാറ്റേണുകൾ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ തലച്ചോറിന് ഇത്രയും സമയം ആവശ്യമാണ്. ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ എന്തുണ്ട്? ഒന്നുമില്ല. എന്നാൽ നേടാനായി ഒരു ലോകം മുഴുവൻ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ ദാരിദ്ര്യവും നിസ്സഹായതയും പരാതികളും നിങ്ങൾക്ക് എന്നേക്കുമായി ഉപേക്ഷിക്കാം. അതിനായി നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ആ 30 സെക്കൻഡ് നിക്ഷേപിച്ചാൽ മാത്രം മതി. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൂചനകൾ തിരിച്ചറിയാൻ പഠിക്കുക. ഈ വീഡിയോയും ഒരു സൂചനയായിരുന്നു. നിങ്ങളിവിടെ വന്നതും എന്റെ വാക്കുകൾ അവസാനം വരെ കേട്ടതും വെറുമൊരു യാദൃച്ഛികതയല്ല. പ്രപഞ്ചം നിങ്ങൾക്ക് എന്തോ നൽകാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ നേർക്ക് കൈനീട്ടിയിരിക്കുകയാണ്. ഇനി ആ കൈകൾ പിടിക്കണോ അതോ വീണ്ടും പുതപ്പിനുള്ളിൽ മുഖമൊളിപ്പിച്ച് ഉറങ്ങി അതേ പഴയ ജീവിതം തന്നെ ജീവിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. ശക്തി നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ്. നിങ്ങളുടെ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുന്ന ആ ദിവസം ഇന്ന് നിങ്ങൾക്ക് സ്വപ്നമെന്ന് തോന്നുന്നതെല്ലാം നിങ്ങൾ നേടിയെടുക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ പഴയ ചിന്തകളെയും ആശങ്കകളെയും വാതിലിനു പുറത്തുവെച്ചിട്ട് നിങ്ങളുടെ പുതിയ സമ്പന്നവും വിജയകരവുമായ ആ രൂപത്തെ സങ്കൽപ്പിച്ച് ഉറങ്ങുക. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളെ കാത്തിരിക്കുകയാണ്.